ഒരാളുടെ അവസ്ഥയും ചെറുതല്ല. അവർ എക്സ്പീരിയൻസ് ചെയ്യണ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ സാധാരണ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ തലവേദന വയ്ക്കൊന്നും വേണ്ടാന്ന് ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടാവുക. എന്നാൽ നമുക്ക് നോക്കാം. വെള്ളം കുടിച്ചില്ലെങ്കിൽ, ഭക്ഷണം സ്കിപ്പ് ചെയ്ത, വെയിൽ കൊണ്ട് വിളിച്ചടിച്ച, ഇനിയിപ്പോ നമ്മളൊന്ന് നന്നായി ഉറക്കിയൊരു പാട്ട് കേട്ട, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ലിസ്റ്റാണ് ഈ തലവേദന വരാനുള്ള കാരണങ്ങൾ. ഇനിയിപ്പോ പിരിച്ചു വന്നാലും പോയാലും ഇത് 2 പ്രാവശ്യം വന്നു പോകും. ബുക്കിലെടുക്കാൻ ആ ഒരു അവസ്ഥ നമുക്ക് പറ്റും. ജീവനുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അതായിരിക്കും ഒരു എക്സ്ട്രാ അഡിങ്ഷനായിട്ട് കുറച്ച് ഛർദിച്ചു കഴിഞ്ഞാൽ ഇത് ഓക്കെ എന്ന് പറയുന്ന ഒരു കൂട്ടർ ഛർദിക്കുമ്പോഴുള്ള നമ്മുടെ അവസ്ഥ. ഈ ഒരു ചെറിയ തലവേദനയ്ക്ക് ഇത്രയും ബിൽഡപ്പ് ഇടേണ്ട ആവശ്യം ഇങ്ങനെ പറയുന്ന കുറെ ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ആൾക്കാർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം. അതുള്ള ആൾക്കാരൊക്കെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ കുറച്ച് ഉപകാരമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? തലവേദന കുറഞ്ഞോ, മാറിയോ? അങ്ങനെയൊന്നും ചോദിക്കാണ്ട് നിങ്ങൾ സ്നേഹത്തോടെ ചോദിക്കുന്നതാണ്. ആരും ഇത് വേണമെന്ന് വിചാരിച്ച് വരുത്തി വെക്കുന്നതല്ലല്ലോ.